നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ വിഷമിച്ചിരിക്കാതെ ഉണ്ടായ തെറ്റുകളൊക്കെയും തിരുത്തി തിരികെ വരാനുള്ള ശക്തിയും ആർജവവും ഇടതുപക്ഷത്തിനുണ്ട്. ഒരു സീറ്റ് പോലും കിട്ടാത്ത കാലവും CPM-ന് ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും വലിയ തോതിലുള്ള മാസ് എൻട്രികൾ ഇടതുപക്ഷം ജനാധിപത്യ ഭരണത്തിൽ നടത്തിയിട്ടുമുണ്ട്. ജയിക്കാൻ കഴിയുമെന്ന് കരുതിയ സീറ്റുകളും നഷ്ടമായ ചരിത്രവും CPM-നുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തോൽവി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും താഴെത്തട്ടിലും ആഴത്തിൽ തന്നെ പരിശോധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങളാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. അവർ തന്നെയാണ് അവസാന വാക്കും. തിരുത്തേണ്ട കാര്യങ്ങൾ തുറന്ന മനസ്സോടെ തന്നെ തിരുത്തുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി NV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘടനാ കാര്യങ്ങളിലും സർക്കാർ തിരുത്തേണ്ടവ തിരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയപ്പോൾ ദുഷ്പ്രവണതകൾ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ടവയാണ്. സംഘടനയ്ക്കുള്ളിൽ തെറ്റായ നിലപാടുകൾ ആരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതൊന്നും വെച്ചു പൊറുപ്പിക്കുകയില്ലെന്നും ഗോവിന്ദൻ മാഷ് പറഞ്ഞു. വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും LDF-ന്റെ അടിത്തറ സുരക്ഷിതമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ BJP-ക്ക് വോട്ട് വർദ്ധിച്ചത് എങ്ങനെയെന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസിന് ലഭിക്കേണ്ട 86,000 വോട്ടാണ് BJP-യിലേക്ക് ഒഴുകിയത്. തൃശൂരിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതും ITയെയും കരുവന്നൂർ ബാങ്കിന്റെ പേരിൽ EDയെയും ഉപയോഗിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ BJP-ക്ക് അനുകൂലമായ തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും CPM-നെയും കോൺഗ്രസിനെയും പ്രതികൂലമാക്കുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ നീങ്ങി. കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഭയങ്കരമായി കഷ്ടപ്പെടുത്തുമ്പോൾ ദുർബല വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും ഇടത് സർക്കാരിന് നൽകാൻ കഴിഞ്ഞില്ല. അധ്യാപകരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങളും കുടിശ്ശികയായി ഇരട്ടിച്ചു. കടമെടുത്താണ് 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക പോലും സർക്കാർ കൊടുത്തു തീർക്കേണ്ടി വന്നത്. കിട്ടാനുള്ളത് കിട്ടാതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അതൃപ്തിയും മെല്ലെപ്പോക്കും ഒക്കെ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാരിനെ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുമുണ്ട്. ആരെയെങ്കിലും കുറ്റപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് കേന്ദ്രത്തെ തന്നെയാണ്. വികസനത്തിന് വോട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ UDF അവരുടെ രാഷ്ട്രീയം കർശനമായി തന്നെ നടപ്പാക്കി. വികസനത്തിനെതിരെ നിഷേധാത്മകമായ നിലപാടുകളും അവർ എടുത്തു. ഇനി വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വളരെയധികം പ്രധാനമാണ്. തോൽവിയിൽ വിഷമിക്കാതെ ആവേശത്തോടെ തന്നെ CPM തിരിച്ചു വരിക തന്നെ ചെയ്യും. അത് പിന്നീട് മറ്റൊരു ചരിത്രമായി മാറും. നല്ല ക്ഷമയും കരുതലും ഉണ്ടെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്ന് NV ഗോവിന്ദൻ വ്യക്തമാക്കി.